അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ഇങ്ങനെ എന്താണ് ചിക്കാനും തോണ്ടാനൊക്കെ. സംഘടിപ്പിച്ച് തരാമോ? നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? പിന്നെ എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുകയും പിന്നെ എന്റെ അടുത്ത് എടി പൊടി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ. എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അരം കണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം. ശ്രേണു സാർ ഒന്ന് വാൺ ചെയ്തു, എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പുള്ളി അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. ആരും പേരില്ല. പുള്ളി എടുത്ത് പറഞ്ഞിട്ടും പുള്ളിക്ക് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി കംപ്ലൈന്റ് ചെയ്യുന്നില്ല, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല, എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എങ്ങനെ നിന്ന് അഭിനയിക്കും, കാരണം എന്റെ മോളുടെ കല്യാണം നടത്തണമല്ലോ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. പുള്ളി വേറൊരു സ്ത്രീയായിട്ട് കൂട്ടുപിടിച്ചിട്ട് എന്നെ മീഡിയയിൽ ഞാൻ ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞ് വെറുതെ ഒരു കഥ ഉണ്ടാക്കി ആരെയൊക്കെ കൊണ്ട് മഞ്ഞപ്പത്രത്തിലേക്ക് ഇടി. ഞാൻ ലീഗലി മാരീഡ് ആണെന്നും എല്ലാവർക്കും അറിയാം. എന്റെ മോർച്ചറക്കൻ എന്നെ മാരേജ് ചെയ്തിരിക്കുന്നത് അറിയുന്നുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടായില്ല, പക്ഷെ ഒരു നാണക്കേട് വെറുതെ വന്നു. അതിന്ന് ലീവ് എടുക്കാതിരുന്നത് പോലും എന്താണ് ഇവരോടുള്ള ആത്മാർത്ഥത കൊണ്ട്, എനിക്ക് ചാനലിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഞാൻ ലീവ് എടുക്കാണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖത്ത് നോക്കി നല്ല 10 തെറി കൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലി നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്നെ ഒരുപാട് വഴക്കൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ ക്ഷമിച്ചതല്ല, എനിക്ക് എന്റെ കുടുംബം നോക്കാൻ വേണ്ടി മാത്രമാണ്. ആ ദേഷ്യം, പഴയ വൈരാഗ്യം മാറാത്ത ഇങ്ങനെ ഒരു സ്ത്രീയോടുള്ള ഒരു പുരുഷന്റെ അടങ്ങാത്ത ഒരു വൃത്തിയായിട്ട് ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ അടുത്തോളം കാലം പുള്ളി എന്നോട് ഈ പക എപ്പോഴും ഉണ്ടാവും. ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കാം. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഞാൻ വരട്ടെ ഇങ്ങോട്ട്. അല്ല